ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അന്വേഷിപ്പിൻ കണ്ടെത്തും. തീർച്ചയായിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നത് ശരിക്കും അർത്ഥവത്താക്കി മാറ്റിയിരിക്കുകയാണ്. ആ ടൈറ്റിലും അർത്ഥവത്താക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ടോവിനോ തോമസ് ആൻഡ് ദ ക്രൂ. ടൊമിനോ തോമസ് ആൻഡ് ദ ക്രൂ എന്ന് പറയാൻ പറ്റില്ല. ഡാർവിൻ കുര്യാക്കോസ് ആൻഡ് ദ ക്രൂ. ഡയറക്ഷൻ ഡാർവിൻ കുര്യാക്കോസ് ആണ്. അതിന്റെ റൈറ്റർ ജിനു എബ്രഹാം ആണ്. അങ്ങനെ ഒരു സൂപ്പർ ക്രൈം, എനിക്കൊന്ന് ക്രൈം ത്രില്ലറുടെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അതായത് ഓരോ ക്രൈം, അതായത് വമ്പൻ ഹിറ്റ് ആകുന്ന ക്രൈം ത്രില്ലർ പരിശോധിച്ചാൽ ഇപ്പോ മുൻപോട്ട് പോയിട്ടുള്ള എല്ലാം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് പേരെടുത്ത് പറയുന്നില്ല, ഞാൻ തന്നെ എന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ക്രൈം ത്രില്ലിലും എങ്ങനെയൊക്കെ സസ്പെൻസുകൾ കൊണ്ട് ആൾക്കാരെ, പ്രേക്ഷകരെ ഞെട്ടിക്കാമെന്നാണ് ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ഇതിൽ അഭിനേതാക്കളും, എനിക്ക് എസ്പെഷ്യലി ഒന്ന് റൈറ്റർ ആലോചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ അവർ അതിലൊരു ഗവേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ അത്തരത്തിലുള്ള കഥയും ക്ലൈമാക്സുകളും ഒക്കെ ട്വിസ്റ്റിങ്ങും ഒക്കെയാണ് ഇതിനകത്ത് വമ്പനായിട്ട് വന്നിരിക്കുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്താൻ ഒരു രക്ഷയില്ല. പറയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗരുഡനും മേലെ പറന്നു കഴിഞ്ഞു അന്വേഷിപ്പിൻ കണ്ടെത്തും. കാരണം ടൊവിനോ തോമസിന്റെ പോലീസ് വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം വളരെ എന്താ പറയുന്നത്, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഓവർ ആക്ടിങ് ഒന്നുമില്ല, ഇങ്ങനെ അടിതട അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഒരു ഒരു ഒറിജിനൽ സ്റ്റോറി കാണുന്ന ഫീൽ, ശരിക്കും ഒരു ട്രൂ സ്റ്റോറി നമ്മൾ കാണില്ലേ, ആ ഒരു ഫീലിലാണ് ഈ മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. മനോഹരമായ കോട്ടയം ആണ് അതിനകത്ത് പറയുന്നത്. കോട്ടയം, ചിങ്ങവനം, ആ ഒരു ഗ്രാമ പ്രദേശങ്ങളെ കുറിച്ചാണ്. പക്ഷെ അത് ആ ഒരു ഏരിയയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ട്വിസ്റ്റിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ക്രൈം ത്രില്ലേഴ്സിന്റെയും, അത് ഒരുപാട് ക്രൈം ത്രില്ലിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ട്വിസ്റ്റിംഗ്, ഓരോ ട്വിസ്റ്റിങ്ങിലും കൊണ്ട് ആൾക്കാരെ എങ്ങനെ ഞെട്ടിക്കാമെന്നാണ് ഇപ്പോ അണിയറ പ്രവർത്തകർ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ ഞെട്ടിക്കും നമ്മളെ. അതുപോലത്തെ ഒരു സ്റ്റോറി. എനിക്ക് തോന്നുന്നു 10 IMDb റേറ്റ് ഒക്കെ വന്നിരിക്കുന്നത് 9.5 ഒക്കെ ആണെങ്കിലും എന്റെ ഒരു റേറ്റിൽ ഞാൻ പറഞ്ഞ 10 ഒരു 8.5 മാർക്കൊക്കെ നമുക്ക് എന്തായാലും 8 മാർക്ക് 8.5 മാർക്ക് നമുക്ക് കൊടുക്കാം. അത്ര ഗംഭീര പെർഫോമൻസ് എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന. ടൊവിനോ, സിദ്ദിഖ്, ഇന്ദ്രൻസ്, ബാബുരാജ്, അങ്ങനെ ഒരു താരനിര തന്നെ എല്ലാവരും അതിനകത്ത് അഭിനയിച്ചു. പക്ഷെ താരങ്ങളായിട്ടല്ല, അവർ അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു. അതായത് ഒരു പോലീസ് കേസ് ഫയൽ അല്ലെങ്കിൽ കേസ് സ്റ്റോറി, ക്രൈം സ്റ്റോറി എടുത്ത് നമ്മൾ തുറന്ന് വായിക്കുന്ന പോലെ അല്ലെങ്കിൽ കാണുന്ന പോലെ ഒരു സീരീസ് ഒക്കെ കാണത്തില്ല നമ്മൾ, ഒറിജിനൽ സീരീസിൽ ഡോക്യുമെന്ററി ഒക്കെ കാണില്ലേ, എന്നുവെച്ചാൽ ഡോക്യുമെന്ററി ടൈപ്പിലല്ല ഈ മൂവിയെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറിജിനൽ സംഭവങ്ങൾ നമ്മൾ കാണില്ലേ, വായിക്കുക അല്ലെങ്കിൽ ക്രൈം സ്റ്റോറി എടുത്ത് നോക്കുക, അങ്ങനെ കാണുന്ന ഒരു ഫീല്. ഒറിജിനൽ എവിടെയോ നടന്ന ഒരു സംഭവം അത് സിനിമയാക്കിയിരിക്കുന്നു എന്ന് ഫീലത്തെ രീതിയിലാണ് ഇതിലത്തെ ക്രൈം സീനുകളും പ്രതികളെയും ഒക്കെ ചിത്രീകരിച്ചു. ഇതിനകത്ത് പിന്നെയും വമ്പൻ വെറൈറ്റി വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തെ പ്രതികൾ, ഇതിനകത്ത് പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൽ പ്രതിയായിട്ട് വരുന്ന ആൾക്കാര് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ്. അവര് അതിനകത്ത് എത്തിപ്പെടാൻ ഇവർ ഉപയോഗിക്കുന്ന രീതികൾ, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇതൊക്കെ ഈ റൈറ്റർ എങ്ങനെ ചിന്തിച്ചെഴുതുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇയാളൊക്കെ വല്ല CBI എനിക്ക് വല്ല ക്രൈം ബ്രാഞ്ചിന്റെ ഒക്കെ ഹെഡായിട്ടിരിക്കുന്ന മനസ്സിലാന്ന് തോന്നി ഈ റൈറ്റേഴ്സ് ഒക്കെ. ഈ മിക്ക സമയം ഇദ്ദേഹത്തെ ജിനു എബ്രഹാം മാത്രമല്ല ഞാൻ പറഞ്ഞ, ഇതൊക്കെ മേലെ ഹിറ്റായിട്ടുള്ള ക്രൈം സ്റ്റോറി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്രൈം സ്റ്റോറികളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും ടൊവിനോ ഒക്കെ ഗംഭീര. ടൊവിനോയുടെ ഫിസിക്കൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ലേഡീസ് ആയാലും, പിന്നെ നമ്മുടെ കാതൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയാണ്, നമ്മുടെ മോളായിട്ട് അഭിനയിച്ചുള്ള. അവളെ ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല, പെൺകുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവൾ ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറിയിലെ സൂപ്പർ ആക്ടിങ് നായികയായിട്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒറിജിനൽ ലെസ്ബിയൻ ആണോ, അതുപോലെ ആക്ട് ചെയ്തൊരു പെൺകുച്ച്. അവള് ടോട്ടൽ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് കാതൽ അഭിനയിച്ചിരിക്കുന്നത്. അതിലും ടോട്ടൽ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇതില് എന്താ പറയാ, ഈ മൂവിയില് അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവളുടെ മൊത്തത്തിലുള്ള മേക്കപ്പ് തന്നെ മാറിപ്പോയി. അങ്ങനെയാണ് അവള് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിയുടെ ഒരു ആക്ടിങ് സൂപ്പറാണ് കേട്ടോ. അതിന് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ആക്ടിങ് അതിനകത്തുണ്ട്. അവൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഈ അന്വേഷിപ്പിൻ കണ്ടെത്തപ്പിലെ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ് അവളും. പിന്നെ ടൊവിനോ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ തന്നെ മസിൽ പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടനൊക്കെ കുറച്ചൊക്കെ റോൾസ് ഒക്കെ ഉള്ളെങ്കിൽ അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അഭിനയിച്ച പോലീസുകാരായിട്ട് അഭിനയിച്ച ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സ്വാഭാവികമായ അഭിനയം. ഒന്നിലും ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണെന്നല്ല, നാച്ചുറലി ഒരു പോലീസ് സ്റ്റോറി നമ്മുടെ നാട്ടിൽ വരുന്നു, പോലീസുകാർ അന്വേഷിക്കുന്നു, കുറെ ക്രൈം സീനൊക്കെ എടുക്കുന്നു, ആൾക്കാരെ ചോദിക്കുന്നു. അതൊക്കെ ഒരു പോലീസിൽ എങ്ങനെ സംഭവിക്കുമെന്നിട്ട് നല്ലപോലെ പഠിച്ചിട്ടാണ് ടൊവിനോയ്ക്ക് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വെറൈറ്റി ആയിട്ടുള്ള അനദർ ക്രൈം ത്രില്ലർ കൂടെ നമുക്ക് മലയാളികൾക്ക് സ്വന്തമായിരിക്കുകയാണ്. ഒരു 3 ആഴ്ച 2 ആഴ്ച നമുക്ക് ആൾക്കാർക്ക്, കുറെ പ്രേക്ഷകർക്ക് നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം കൂടെ പിന്നെയും മലയാള സിനിമയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതൊരു വളരെ സന്തോഷം. ഇങ്ങനെ മൂവികൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കട്ടെ, എല്ലാ മൂവികളും ഇതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള മൂവികളാണ് വേണ്ടത്. അല്ലാതെ നമ്മളൊരു മൂവിയെ കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ഇന്റലക്ച്വൽ അല്ല, നിനക്ക് തേങ്ങയില്ല, നിനക്ക് മാങ്ങയില്ല, നീ ഏതാടി ചൂലെ എന്ന് ചോദിക്കുന്നതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നവരൊക്കെ മറ്റേ തറകളല്ലല്ലോ.
അവർക്ക് സിനിമ എപ്പോഴും എൻജോയ്മെന്റിന്റെ ഒരു കലയാണ്. അത് ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള 20% വേണ്ടി ഞാൻ ഇപ്പോഴും പറയുന്നു IFK അങ്ങനെ റേഞ്ചിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൊണ്ട് റിലീസ് ചെയ്യണം. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരട്ടെ, ഇനിയും വരട്ടെ, ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവട്ടെ. 150 രൂപ അല്ലെങ്കിൽ 200 രൂപ 250 രൂപ മുടക്കി കാണുമ്പോൾ ഓരോ മൊമെന്റിലും അവൻ വായിക്കോട്ടെ ഇടാതെ, അല്ലെങ്കിൽ പോയി കപ്പലണ്ടി വാങ്ങിക്കാൻ പോകാതെ, വെള്ളം വാങ്ങിക്കാൻ പോകാതെ, ഇരിപ്പടത്തിൽ നിന്ന് എഴുതിയേക്കാൻ പോലും തോന്നാത്ത രീതിയിലുള്ള സീനുകൾ വരട്ടെ സിനിമകളിൽ. അങ്ങനെയുള്ള ക്രൈം സ്റ്റോറീസോ സസ്പെൻസുകളോ അല്ലെങ്കിൽ റൊമാൻസോ എന്ത് നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഞങ്ങൾ വന്ന് കണ്ടോളാം. പക്ഷെ അങ്ങനത്തെ ആയിരിക്കണം. അപ്പൊ എനിവേ, ഹാറ്റ്സ് ഓഫ് ടു ഡയറക്ടർ സർ ഡാർവിൻ കുര്യാക്കോസ് ആൻഡ് ടൊവിനോ തോമസ് ആൻഡ് ദ ടീം ആൻഡ് ദ ഹോൾ ടീംസിന് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആണ്. അവർ അത്ര ഹാർഡ് വർക്ക് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നല്ല ക്രൈം ത്രില്ലർ എഗെയിൻ തന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ബൈ ബൈ.